സമസ്തവും ദൈവം സൃഷ്ടിച്ചുവെന്നും ഒന്നുമില്ലായ്മയിൽ നിന്ന് തനിയെ ഉണ്ടാവുകയില്ല എന്നതും നമുക്കറിയാം. എന്നാൽ എല്ലാം സൃഷ്ടിച്ച ദൈവത്തെ ആര് സൃഷ്ടിച്ചുവെന്ന് നിരീശ്വര വിശ്വാസികൾ ചോദിക്കുന്നത് നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. ദൈവത്തെ ആര് സൃഷ്ടിച്ചുവെന്ന ചോദ്യം തന്നെ തെറ്റാണ് എന്നതാണ് സത്യം. അതായത് ദൈവത്തെ സൃഷ്ടിക്കുക എന്നത് സാധ്യമല്ല. ദൈവം തന്നെയാണ് ആരംഭവും അവസാനവും നിലനിൽക്കുന്നതും. ദൈവം അനശ്വരനാണ്. സൃഷ്ടാവ് സൃഷ്ടിയേക്കാൾ വലിയവനാകുന്നു. ആയതിനാൽ ദൈവത്തെ സൃഷ്ടിച്ചുവെന്നു പറയുമ്പോൾ സൃഷ്ടിച്ചവൻ ദൈവത്തേക്കാൾ വലിയവനാകുന്നു. ആ സൃഷ്ടി നടത്തിയവനെ സൃഷ്ടിച്ചവൻ അവനേക്കാളും വലിയവനാകുന്നു. അങ്ങനെ ഈ ചോദ്യം മാത്രം അവസാനമില്ലാതെ തുടരുന്നു. ദൈവം എന്ന വാക്കു തന്നെ ആത്യന്തികവും അന്തിമവുമായ ഒന്നാണ്. ദൈവം എന്നത് എല്ലാമാണ്. എല്ലാം സ്ഥിതി ചെയ്യുന്നത് അവനിലാണ്. ആരംഭവും അവസാനവും നിലനിൽക്കുന്നവനുമായ ദൈവം ഏകനാണ്. ദൈവം ആത്മാവാകുന്നു. സമസ്തവും അവൻ തന്നെയാകുന്നു. അവനിലാണ് ഭൂമിയും ആകാശവും കാലവും അതിലുള്ള എല്ലാം സ്ഥിതി ചെയ്യുന്നത്. നിന്റെ ദൈവമായ യാഹ്വ ഒരുവനേ ഉള്ളൂ, ഒരുവൻ മാത്രം. ദൈവത്തെ ആര് സൃഷ്ടിച്ചുവെന്ന ചോദ്യം പോലെ തന്നെ ദൈവങ്ങൾ എന്ന പദവും തെറ്റാണ്. കാരണം ദൈവം എന്ന വാക്ക് ഏകവചനമാണ്. അതിന് ബഹുവചനമില്ല. എന്നാൽ ദേവൻ, ദേവന്മാർ എന്ന പദങ്ങൾ നമുക്ക് പ്രയോഗിക്കാം. ദേവന്മാർ എന്നത് ദൈവം സൃഷ്ടിച്ച സൃഷ്ടികൾ മാത്രമാണ്. ദേവന്മാർ ആരെയും സൃഷ്ടിക്കുന്നില്ല. അവർക്ക് അതിന് സാധിക്കുകയുമില്ല. അവർക്ക് മരണമില്ലെങ്കിലും അവരെ കൊല്ലുവാൻ സാധിക്കും. ദേവന്മാർ ശക്തരെങ്കിലും അജ്ഞരല്ല. ആയതിനാൽ ദൈവത്തെ ആരും സൃഷ്ടിച്ചില്ല എന്നതും അത് സാധ്യമായ ഒരു ചോദ്യമല്ലെന്നും സൃഷ്ടി നടത്തിയ ദൈവം എന്നേക്കും നിലനിൽക്കുന്നവനെന്നും സമസ്തവും അവനിലാണെന്നും നാം മനസ്സിലാക്കി. ദൈവമില്ല എന്ന് ബോഷർ തങ്ങളുടെ ഹൃദയത്തിൽ പറയുന്നു. അവർ മ്ലേച്ഛമായത് പ്രവർത്തിക്കുന്നവർ, അവരുടെ പ്രവൃത്തികൾ നിന്ദ്യമായവ, നന്മ ചെയ്യുന്നവർ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന വിവേകിയുണ്ടോ എന്നറിയാൻ യാഹ്വ സ്വർഗത്തിൽ നിന്നു മാനവ വംശത്തെ നോക്കുന്നു. എന്നാൽ സകലരും വഴി തെറ്റിപ്പോയിരിക്കുന്നു. എല്ലാവരും വക്രതയുള്ളവരായി തീർന്നിരിക്കുന്നു. And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.